ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ രാജിവെച്ചു. പ്രാദേശിക തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ രാജി. ലേബർ പാർട്ടി നേതൃസ്ഥാനവും ഒഴിഞ്ഞു. ഇസ്രായേൽ നെതന്യാഹുവിന് വൻ തിരിച്ചടി. യുദ്ധം തോറ്റെന്ന് 92% ഇസ്രായേലികളും. ജനവികാരം നിഴലിക്കുന്ന സർവേയുമായി ഇസ്രായേൽ യൂണിവേഴ്സിറ്റി. സമാധാന ചർച്ചകളിൽ കരിനിഴൽ വീഴ്ത്തി ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത പ്രസ്താവനകൾ. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് ട്രംപിനോട് ഇറാൻ. ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക പ്ലാന്റിൽ വൻ സ്ഫോടനം. 54 പേർക്ക് പരിക്ക്, 18 പേരെ കാണാതായി. ദുരന്തം ഇറാൻ ആക്രമണത്തിന് പിന്നാലെ അടച്ചിട്ട പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള ശ്രമത്തിനിടെ. BJP വീട്ടിലാക്കി അയോധ്യ നടന്നത് 1200 കോടിയുടെ കൊള്ള. ക്രമക്കേടുകൾ ഏറെയും നടന്നത് മഹാകുംഭമേളക്കാലത്ത്. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. ട്രസ്റ്റ് ഭാരവാഹികൾ അയോധ്യ വിട്ടുപോകരുതെന്ന് SIT. താരസംഘടന അമ്മയിൽ രാജി തുടരുന്നു. ശ്വേതാ മേനോന് പിന്തുണ പ്രഖ്യാപിച്ച് മല്ലിക സുകുമാരൻ രാജിവെച്ചു. അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച് ആശ അരവിന്ദ്. വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ രാജ്യപ്രഖ്യാപനം നടത്തി ലക്ഷ്മിപ്രിയ. ശ്വേതാ മേനോൻ അൻസിബയുടെ മുന്നിൽ മുട്ടുമടക്കിയെന്ന് മാലാ പാർവതി. കണ്ണൂർ വാണിയപ്പാറ പള്ളി സെമിത്തേരിയിലെ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ പോലീസ്. കല്ലറയിൽ നിന്ന് ലഭിച്ചത് കാണാതായ സിജോസ് കറിയയുടെ മൃതദേഹമെന്ന് സംശയിച്ച് കുടുംബം. ജോസിന്റെ തിരോധാനത്തിൽ 7 വർഷം മുമ്പ് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. കല്ലറയിലെ പായിൽ പൊതിഞ്ഞ വസ്തു പരിശോധിക്കണമെന്ന് പള്ളി വികാരിയും ഇടവക അംഗങ്ങളും. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയിൽ മുൻ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷിനെതിരെ കടുത്ത ഭാഷയിൽ ഹൈക്കോടതി. ഉത്തരവ് മനസ്സിലായില്ലേ എന്ന് ചോദ്യം. നിരുപാധികം മാപ്പ് ചോദിച്ചിട്ടും കോടതി വിട്ടില്ല. രേഖാമൂലം വിശദീകരണം വേണം. പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവ് പുതിയ വകുപ്പ് സെക്രട്ടറി ഹാജരാകണമെന്നും കോടതി. പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് ഫാത്തിമ തെഹ്ലിയ. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തെക്കാൾ ഗുരുതരം. PM ശ്രീയെ അനുകൂലിക്കാൻ ലീഗിന് കഴിയില്ല. കഴിഞ്ഞ സർക്കാർ ഉണ്ടാക്കിയ കെണി ഈ സർക്കാർ പരിഹരിക്കും. നിലവിളക്ക് കെടുത്തിയതിൽ നിലപാട് പറഞ്ഞും ഫാത്തിമ തെഹ്ലിയ. അഭിമുഖം ഇന്ന് ന്യൂസ് 18. ലോകകപ്പിൽ വീണ്ടും കേപ്പ് വെർദെയുടെ വിസ്മയം. യുറുഗ്വേക്കെതിരെ 2 ഗോൾ അടിച്ച് സമനില. സൗദിയെ മറുപടിയില്ലാത്ത 4 ഗോളിന് തകർത്ത് സ്പെയിൻ. ന്യൂസിലൻഡിനെതിരെ ഈജിപ്തിന് വിജയം. ബെൽജിയം ഇറാൻ പോരാട്ടം സമനിലയിൽ. 2ാം ജയം തേടി അർജന്റീന ഇന്നിറങ്ങും.